8 ലക്ഷവും 10 കോടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ. 2000-ൽ ഒരാൾ HDFC ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ FD ഇടുന്നു. 9% പലിശ കൂട്ടിയാൽ പോലും അയാളുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 8.5 ലക്ഷം രൂപ മാത്രമാണ്. അതേസമയം മറ്റൊരാൾ എന്താ ചെയ്തിട്ടുള്ളത്, 1 ലക്ഷം രൂപക്ക് HDFC ബാങ്കിന്റെ ഷെയറുകൾ വാങ്ങുന്നു. അന്ന് HDFC ബാങ്കിന്റെ ഒരു ഷെയറിന് 19 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്. 19 രൂപ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപക്ക് അയാൾക്ക് 5350 ഷെയറുകൾ കിട്ടി. അതിനുശേഷം 2011-ലും 2019-ലും 2025-ലും സംഭവിച്ചിട്ടുള്ള സ്പ്ലിറ്റും ബോണസും എല്ലാം കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 5350 ഷെയർ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 1,07,000 ഷെയറുകൾ ഉണ്ടായിരിക്കും. HDFC ബാങ്കിന്റെ ഒരു ഷെയറിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയാണ്. 1000 × 1,07,000 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 10,70,00,000 രൂപയാണ്. 1 ലക്ഷം രൂപ FDയിൽ ഇട്ട ആളുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 8.5 ലക്ഷം രൂപയാണ്. അതേ കമ്പനിയുടെ തന്നെ ഷെയർ വാങ്ങിയിട്ടുള്ള ആളുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 10,70,00,000 രൂപയാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റും ഡെപ്പോസിറ്റും തമ്മിലുള്ള മാറ്റം.